1996 മുതൽ ടെക്സാസിലെ അബലേനിലെ ജനങ്ങളെ ഭയഭീതിയിലാഴ്ത്തിയ ഒരു പ്രതിഭാസമാണ് ബ്ലാക്ക് ഐഡ് ചിൽഡ്രൻ. പെട്ടെന്നൊരു ദിവസം എവിടെ നിന്നോ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കൂട്ടം കുട്ടികൾ കാറിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരോട് ലിഫ്റ്റ് ചോദിക്കുകയും അധികമാരുമില്ലാത്ത വീടുകളിൽ ചെന്ന് അകത്തേക്ക് വരട്ടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഈ കുട്ടികളെ കണ്ട് പലരും ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവരുടെ രൂപം വളരെ വിചിത്രമായിരുന്നു. വിളറി വെളുത്ത മുഖവും ഏലിയൻസിനെ പോലെ വലിയ കറുത്ത കണ്ണുമുള്ള ഇവരെ കണ്ടാൽ ആരും ഭയപ്പെടുമായിരുന്നു. ഇവരെ പ്രേതങ്ങളെന്നും അന്യഗ്രഹ ജീവികളെന്നും പറയുന്നുണ്ടെങ്കിലും ഇവരുടെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1996 ഒരു രാത്രിയിൽ അബ്ലൈനിൽ താമസിക്കുന്ന ഒരാൾ തന്റെ വീടിന്റെ വാതിലിൽ ആരോ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ട് ജനാലയിലൂടെ നോക്കുമ്പോൾ അജ്ഞാതരായ 2 കുട്ടികൾ വീടിന് പുറത്തു നിൽക്കുന്നു. അവർ അയാളെ കണ്ടയുടനെ ഞങ്ങൾ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. പുറത്തെ നേരിയ വെളിച്ചത്തിൽ അയാൾ അവരുടെ മുഖം വ്യക്തമായി കണ്ടു. ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. കാരണം ആ കുട്ടികളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തിരുന്നു. കണ്ണുകൾ കറുത്ത ഗോളങ്ങൾ പോലെയായിരുന്നു. അത് മനുഷ്യർ തന്നെയാണോ എന്ന ചിന്ത അയാൾക്കുണ്ടായി. അതിനാൽ അയാൾ അവരെ അകത്ത് കടത്തിവിടാൻ സമ്മതിച്ചില്ല. മാത്രമല്ല ഉടൻ തന്നെ അയാൾ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇതുപോലെ പല സംഭവങ്ങളും അവിടമാകെ നടന്നുകൊണ്ടിരുന്നു. ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് വെർമൗണ്ടിലെ ഒരു പട്ടണത്തിൽ താമസിച്ചിരുന്ന വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവ കഥയെക്കുറിച്ചാണ്. അന്നൊരു ദിവസം വൃദ്ധ ദമ്പതികൾ രാത്രി അവരുടെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് വാതുക്കൽ ആരോ ശക്തമായി മുട്ടുന്ന ശബ്ദം കേട്ട് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണെന്ന് കരുതി വൃദ്ധയായ സ്ത്രീ ചെന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ വാതിൽക്കൽ 5-നും 10-നും ഇടയിൽ പ്രായമുള്ള ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും നിൽക്കുന്നത് കണ്ടു. അവർ തലകുനിച്ചായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവർ വൃദ്ധയായ സ്ത്രീയോട് ചോദിച്ചു, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉടനെ എത്തും, ഞങ്ങൾ അകത്തേക്ക് വരട്ടെ. ഇത് കേട്ടപ്പോൾ ആരാണെന്നറിയാതെ എങ്ങനെ അകത്ത് കയറ്റുമെന്ന ചിന്തയിൽ അവർ ആദ്യം മടിച്ചെങ്കിലും പിന്നെ കുട്ടികളല്ലേ എന്നോർത്ത് അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. ആ സ്ത്രീയുടെ ഭർത്താവ് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തുടങ്ങി. ഈ സമയത്ത് അവർ അടുക്കളയിലേക്ക് പോയി. വൃദ്ധനായ മനുഷ്യൻ ആ കുട്ടികളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഒന്നിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. കുറെ കഴിഞ്ഞ് സ്ത്രീ കുട്ടികളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവരുടെ പൂച്ചകൾ കുട്ടികളെ കണ്ട് ദേഷ്യപ്പെടുകയും ഭയപ്പെടുകയും ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികൾ അവരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാമോ എന്ന് മുഖമുയർത്തി ചോദിച്ചു. അപ്പോഴാണ് ആ സ്ത്രീ അവരുടെ മുഖം ശ്രദ്ധിച്ചത്. വിളറി വെളുത്ത മുഖത്ത് ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള 2 കണ്ണുകൾ. അവർ വല്ലാതെ ഞെട്ടിപ്പോയി. എങ്കിലും ഭയത്തോടെ അവർ കുട്ടികളെ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തിരികെ വന്ന് തന്റെ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ കുട്ടികളുടെ കണ്ണുകൾ കണ്ടിരുന്നോ? ഇത് കേട്ട് സ്ത്രീയുടെ ഭർത്താവ് തന്റെ മൂക്കിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം തന്റെ കൈകൊണ്ട് തുടച്ചതിന് ശേഷം അവരുടെ നേരെ നീട്ടി. ഇത് കണ്ട് ഭയന്നവർ എന്തു പറ്റിയെന്ന് അയാളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കറണ്ട് പോയി. സ്ത്രീ ഉടൻ തന്നെ കുട്ടികളെ അന്വേഷിച്ച് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വാതിലിനടുത്ത 2 കുട്ടികൾ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. നമ്മുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഇത്രയും പറഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. ആ സ്ത്രീ അവരുടെ പിറകെ പോയി. ചെന്ന് നോക്കുമ്പോൾ ഡ്രൈവേയുടെ അറ്റത്തായി 2 പുരുഷന്മാർ ഒരു കാറിനടുത്ത് നിൽക്കുന്നത് കണ്ടു. അവർക്ക് നല്ല നീളമുണ്ടായിരുന്നു. മാത്രമല്ല മെലിഞ്ഞ ശരീരമുള്ളവരുമായിരുന്നു. ആ സ്ത്രീ അവരെ നോക്കി സൗഹൃദപരമായി കൈവീശി കാണിച്ചു. എന്നാൽ മറുപടിയൊന്നും കണ്ടില്ല. കുട്ടികൾ ആ 2 പുരുഷന്മാരോടൊപ്പം കാറിൽ കയറി അവിടെ നിന്ന് പോയി. അടുത്ത ആഴ്ച മുഴുവൻ ആ വീട്ടിൽ വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങി. അവരുടെ പെറ്റായിരുന്ന 4 പൂച്ചകളിൽ 3 എണ്ണത്തിനെ കാണാതാവുകയും 4ാമത്തെ പൂച്ചയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് നിരന്തരമായ രക്തം വരുന്നതിനാൽ അവർ ഒരു ഡോക്ടറെ സമീപിച്ചു. പരിശോധനയിൽ അയാൾക്ക് ഗുരുതരമായ സ്കിൻ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. ഒരുപാട് ചികിത്സ നടത്തിയെങ്കിലും ഒടുവിൽ അയാൾ മരണപ്പെട്ടു. ഇടയ്ക്കൊക്കെ ആ സ്ത്രീയുടെ മുഖത്ത് നിന്ന് രക്തം വരുമായിരുന്നു. എന്നാൽ ഇതെല്ലാം പെട്ടെന്നങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതുപോലെയുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഒരു ദിവസം അവരുടെ മകളുമായി പതുപോലെ സായാഹ്നത്തിൽ നടക്കാനിറങ്ങി. ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടു. നിലവിളി കേട്ടവർ ചുറ്റുപാടും ആരാണെന്നറിയാൻ തിരക്കിയെങ്കിലും ആരെയും കണ്ടില്ല. ഒടുവിൽ അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നൊരു പെൺകുട്ടി അവരുടെ മുന്നിൽ വന്നു നിന്നു. അവൾ തന്റെ കൈകൾ കൊണ്ട് മുഖം മറച്ചിരുന്നു. ആ സ്ത്രീ അവരുടെ അടുത്ത് ചെന്ന് തോളിൽ തട്ടി ചോദിച്ചു, എന്ത് പറ്റി? ഇത് കേട്ട് പെൺകുട്ടി തന്റെ മുഖത്തു നിന്ന് കൈമാറ്റി അവരെ നോക്കി. ആ മുഖം കണ്ടവർ പേടിച്ചു പിന്മാറി. കാരണം അവളുടെ മുഖം പ്രേതത്തെ പോലെ വിളറി വെളുത്തിരുന്നു. കണ്ണുകളിൽ കറുത്ത നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൾ അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷയായി. 2022 സ്റ്റഫോർഡ്ഷെയർ ലൈവിൽ പ്രസിദ്ധീകരിച്ച മറ്റൊരു കേസ്.
UK സ്റ്റഫോർഷെയറിലെ കനാബ് ചോസിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്ന യുവദമ്പതികൾ ഉണർന്നപ്പോൾ അവരുടെ കൂടാരത്തിന് ചുറ്റും ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി കേട്ടു. കാരണമെന്നറിയാൻ അവർ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ണിൽ കറുത്ത നിറം മാത്രമുള്ള വിളറി വെളുത്ത മുഖമുള്ള ഒരു പെൺകുട്ടി അവരെ നോക്കി നിൽക്കുന്നത് കണ്ടു. പെൺകുട്ടിയുടെ മുഖം അവരെ വല്ലാതെ ഭയപ്പെടുത്തി. പെട്ടെന്ന് അവൾ അമിത വേഗതയിൽ അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ഇത് കണ്ടവർ പരിഭ്രാന്തരായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അബിലേനിലെ പ്രാദേശിക പത്രത്തിന്റെ റിപ്പോർട്ടറായിരുന്ന ബ്രയാൻ ബദെ ഒരു ദിവസം തന്റെ ഓഫീസിലെ ഷിഫ്റ്റ് പൂർത്തിയാക്കിയ ശേഷം സ്ട്രിപ്പ് മാളിന് പുറത്ത് തന്റെ കാറിൽ ഇരുന്ന് ഒരു ചെക്ക് എഴുതുകയായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് തന്റെ കഴുത്തിന്റെ പിൻഭാഗത്തുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. നോക്കുമ്പോൾ അയാളുടെ കാറിനടുത്തായി കുട്ടി ധരിച്ച കുറെ ചെറുപ്പക്കാർ നിൽക്കുന്നത് കണ്ടു. അവർ അയാളോട് രാത്രിയിൽ മാളിലെ സിനിമ കാണാൻ പണം വാങ്ങാനായി വീട്ടിലേക്കൊരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ ബേദലിന് എന്ത് വിചിത്രമായി തോന്നി. കാരണം അവർ കാണാൻ ഉദ്ദേശിക്കുന്ന സിനിമ തുടങ്ങിയിട്ട് സമയമേറെ കഴിഞ്ഞിരുന്നു. മാത്രമല്ല പാർക്കിംഗ് ഏരിയയിലെ മങ്ങിയ വെളിച്ചത്തിൽ അയാൾ അവരുടെ മുഖം വ്യക്തമായി കണ്ടു. പ്രേതത്തെ പോലെ വിളറി വെളുത്ത മുഖം, കൂടാതെ കറുത്തിരുണ്ട കണ്ണുകൾ. ചെറുപ്പക്കാരാണെന്ന് തോന്നുമെങ്കിലും അതിൽ കൂടുതൽ പ്രായമുള്ളവരായി കാണപ്പെട്ടിരുന്നു. അയാൾക്ക് എന്തോ അപകടകരമായി തോന്നിയതിനാൽ ഉടൻ തന്നെ ബേദൻ കാർ റിവേഴ്സ് എടുത്ത് അവിടെ നിന്നും വളരെ വേഗം ഓടിച്ചുപോയി. തിരികെ നോക്കുമ്പോൾ അവർ അയാളുടെ കൺമുന്നിൽ തന്നെ അപ്രത്യക്ഷരായി. കറുത്ത കണ്ണുള്ള കുട്ടികളെ കണ്ടതിന്റെ സംഭവ കഥകൾ ഒരുപാടുണ്ടെങ്കിലും ഇവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.